കൊല്ലം, കോട്ടയം, ആലപ്പുഴ എന്നീ 3 ജില്ലകളിൽ പടർന്നുകിടക്കുന്ന മണ്ഡലം എന്നതാണ് മാവേലിക്കരയുടെ പ്രത്യേകത. 1977 ശേഷം 2 തവണ മാത്രമാണ് മണ്ഡലം ഇടതു മുന്നണിക്കൊപ്പം നിന്നത്. 2009 സംവരണ മണ്ഡലമായി പ്രഖ്യാപിച്ചതു മുതൽ കൊടിക്കുന്നിൽ സുരേഷാണ് ഇവിടെ നിന്നുമുള്ള MP. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം നിന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് മാവേലിക്കര. മാവേലിക്കരയിലെ സിറ്റിംഗ് MP ആയ കൊടിക്കുന്നിൽ 2019 45.3% വോട്ടാധിപത്യം ഉണ്ടാക്കിയാണ് ജയിച്ചു കയറിയത്. ഇത്തവണയും UDFും കൊടിക്കുന്നിൽ സുരേഷും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. തുടർച്ചയായി ഹാട്രിക് വിജയം നേടിയ മാവേലിക്കര മണ്ഡലം കൊടിക്കുന്നിൽ സുരേഷിന് അഭിമാന പോരാട്ടമാണ്. പുതുമുഖമായ അരുൺകുമാറിലൂടെ മണ്ഡലം തിരികെ പിടിക്കാനാണ് LDFിന്റെ ശ്രമം. NSSനോടും SNDPയോടും ക്രൈസ്തവ നേതൃത്വത്തോടും ഇത്രയും ആത്മബന്ധമുള്ളൊരു അല്ലെങ്കിൽ ഇത്രയും അടുപ്പമുള്ളൊരു നേതാവ് വേറെ ഇല്ലെന്ന് തന്നെ പറയാം. ഒരുപക്ഷെ അവർ ഇത്രയും വിശ്വസിക്കുന്ന ഒരു നേതാവ് വേറെ ആരുമില്ല. 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ കൊടിക്കുന്നിൽ ജയിക്കുമെന്ന ആത്മവിശ്വാസം. അതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. അതിലൊന്നാമത്തത്, കേന്ദ്രത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന BJP ഗവൺമെന്റിനെതിരെ ജനങ്ങൾക്കുള്ള അതിശക്തമായ ഒരു വികാരം. രണ്ടാമത്തത്, മോഡി എങ്ങനെയാണോ ഇന്ത്യ ഭരിക്കുന്നത് അതേ രീതിയിൽ കേരളം ഭരിക്കുന്ന അഴിമതിയുടെ ഗവൺമെന്റ്. സ്വന്തം ആളുകൾക്ക് മാത്രം ഗുണമുള്ള ഒരു ഗവൺമെന്റ്. അത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ ആ മുഖ്യമന്ത്രിക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി ജനങ്ങൾ കൊടിക്കുന്നിൽ സുരേഷിന് വോട്ട് ചെയ്യുമെന്നത് ഉറപ്പാണ്. മൂന്നാമത്തെ കാരണം, കൊടിക്കുന്നിൽ സുരേഷ് എന്ന കാൻഡിഡേറ്റ് ആണ്. ലോക്സഭയിലെ ഏറ്റവും സീനിയർ MP ആണ്. സ്പീക്കർമാരുടെ പാനലിൽ അംഗമാണ്. നാട്ടിൽ വികസനങ്ങൾ ഒരുപാട് കൊണ്ടുവന്ന ആളാണ് കൊടിക്കുന്നിൽ. അതുകൊണ്ട് ഈ ഒരു അനുഭവ സമ്പത്തിനും കഠിനാധ്വാനത്തിനും ഒരു തുടർച്ചയുണ്ടാകണമെന്ന് മാവേലിക്കരയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. കേന്ദ്ര സഹമന്ത്രിയായിരുന്നപ്പോൾ കുറഞ്ഞ വേതനം ഉറപ്പാക്കുന്നതിനും ESI ആനുകൂല്യം നൽകുന്നതിനും എടുത്ത തീരുമാനങ്ങൾ ഇടത് അനുകൂല തൊഴിലാളികളുടെ വോട്ട് കൂടി കിട്ടാൻ കാരണമാകുമെന്ന പ്രതീക്ഷയും കൊടിക്കുന്നിലിനുണ്ട്. 2019 പ്രളയം കനത്ത ദുരന്തങ്ങൾ വിതച്ച മണ്ഡലങ്ങളായ കുട്ടനാടും ചെങ്ങന്നൂരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിരുന്നു. പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നും പ്രളയ കാരണത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തതും സംസ്ഥാന സർക്കാരിനെതിരെ അന്ന് UDF ആയുധമാക്കി. മാവേലിക്കരയിൽ പരിചയസമ്പത്തും പുതുമുഖവും തമ്മിലുള്ള മത്സരമാണ് ഇക്കുറി. യുവത്വമെന്ന LDF കാൻഡിഡേറ്റിന്റെ ഒളിയമ്പിന് നേരെയാണ് കൊടിക്കുന്നിലിന്റെ പരിചയസമ്പത്തെന്ന വജ്രായുധം. ഇനി അറിയേണ്ടത് മാവേലിക്കരക്കാർക്ക് പ്രിയം പരിചയസമ്പത്താണോ പുതുമുഖമാണോ എന്നാണ്. മാവേലിക്കരക്കാർക്ക് പ്രിയം എന്താണെന്ന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കൊടിക്കുന്നിൽ തെളിയിച്ചതാണ്.